ഹലോ, എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൽക്കറിയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു അത്യാവശ്യം ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വരണം. അതിനു മുന്നേ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. പാൽക്കറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മീനാണ് വേണ്ടത്. നമുക്ക് 1/2 കിലോ അയലയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന ഒരു പഴുത്ത തക്കാളി അരിഞ്ഞെടുക്കുക, 100 ഗ്രാം ഉള്ളി, ഒരു 4 പച്ചമുളക്, ആവശ്യത്തിന് വേപ്പില, 1 ഇഞ്ചി. അതിനുശേഷം നമുക്ക് പുളിവെള്ളം, ആവശ്യത്തിന് പുളിവെള്ളം, തേങ്ങാപ്പാല്, 1-ാം പാല്, 2-ാം പാല്, തേങ്ങാപ്പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടത്. ഏകദേശം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 100 ഗ്രാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് 2ആയിട്ട് മുറിച്ച്, ഒരു 4 മുളക് 2ആയിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇതിനുശേഷം ഇത് പെട്ടെന്നൊന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കുക. തക്കാളി, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു തക്കാളി നന്നായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. വേറെ മുളക് പൊടിയോ മസാലയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആദ്യം 100 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നു. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരു തക്കാളി, ഒരു പഴുത്ത തക്കാളി നന്നായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഇനി ഇഞ്ചി ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. ചതച്ച ഇഞ്ചിയാണ്. ചതച്ച ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായി ഇളക്കുക. ഒന്ന് കളറൊന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കുക. ഉള്ളിയും അതെല്ലാം ഒരു ബ്രൗൺ കളർ ആകും വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൂടുതൽ മസാലയും കാര്യങ്ങളും ഒന്നുമില്ല. എത്ര പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് പാൽക്കറി എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. നമ്മൾ ചെറിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും കാര്യങ്ങളും എല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒന്ന് ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ തിളയ്ക്കണം. തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയിലയുടെ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അയില ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഉടയാത്ത രീതിയിൽ, ഒന്ന് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ
നമ്മൾ പുളിവെള്ളവും അതും ഏകദേശം എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ അയില ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് ഇട്ട് വെക്കുക. ഇനി ഒന്ന് വെന്ത് വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം തിളയായിട്ടുണ്ട് കേട്ടോ. ഏകദേശം തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് അത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് തിളയായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക. രണ്ടാം പാല് ചേർക്കുക. മീൻ ഉടഞ്ഞു പോകാത്ത രീതി നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ പാൽക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തിള കൂടി വന്നതിന് ശേഷം ഒന്നാം പാൽ കൂടി ഒഴിച്ച് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ പാൽക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് അവസാന ഘട്ടമായിട്ടുള്ള ഒന്നാം പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു തിള വരുന്നവരെ ഒരു ചെറിയ തിള വരെ നമുക്ക് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ടീസ്പൂൺ കണക്കൊന്നുമില്ല, ഏകദേശം ഒരു കൈക്കണക്കിനാണ് നമ്മൾ ഇടുന്നത്. ഇളക്കി നന്നായി യോജിപ്പിക്കുക. മീൻ ഏകദേശം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പാൽക്കറി ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റോ ആരെങ്കിലും വരികയാണെങ്കിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ ഒരു പാൽക്കറി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റായി ഇടാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പാൽക്കറി ഏകദേശം അല്ല പൂർണ്ണമായും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ചോറ്, ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ പ്രത്യേകിച്ച് ആളില്ല, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.